കടയായിരുന്നു, 2 ഉണ്ടായിരുന്നു. ഒരു മീൻകടയും ഒക്കെ ഉണ്ടായിരുന്നു. രണ്ടും ഞങ്ങൾക്ക് പൂട്ടേണ്ടി വന്നു. ഞങ്ങൾക്ക് ഒരുപാട് ബാധ്യതകൾ അതിൽ നിന്ന് വന്നു. ഞാൻ വീട്ടിൽ എനിക്ക് പുറത്തിറങ്ങാൻ വയ്യാത്ത ഒരവസ്ഥയായി. അപ്പം ഞാൻ പ്രാർത്ഥിച്ചിങ്ങനെ ഇരിക്കുമ്പോൾ, ഞാൻ ബൈബിൾ ഇങ്ങനെ തുറന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നീണ്ട വിരലുകളുള്ള 2 കൈ എൻ്റെ കയ്യിൽ തൊട്ടു. ഭയങ്കര ആ റൂമിൽ പ്രകാശം പോലെയൊക്കെ വന്ന് ഞാൻ റൂമിലിരുന്ന ഞാൻ ഇന്ന് എനിക്ക് എത്ര കടക്കാർ വന്നാലും എനിക്ക് അവരോട് നിന്ന് പറയാനൊരു മനസ്സുണ്ടാവുന്നുണ്ട്. എല്ലാവരും വിശ്വസിക്കുക, നമ്മളെ കൈവിടാത്തൊരു ദൈവം യേശു തന്നെ. സാക്ഷ്യം പറയാൻ നമ്മോട് കൂടെ ആയിരിക്കുന്നത് വയനാടിൽ നിന്നും ഷീബ ആൻറ്റിയാണ്. ആൻറ്റി പറയുന്നത് തൻ്റെ അസ്ഥികൾക്കുണ്ടായ ഒരു വലിയൊരു ഹീലിങ്ങിനെ കുറിച്ചാണ്, വലിയൊരു അത്ഭുത സൗഖ്യത്തെക്കുറിച്ചാണ്. നമുക്ക് കേൾക്കാം ഷീബ ആൻറ്റിയുടെ വായിൽ നിന്ന് തന്നെ. ആൻറ്റി പറഞ്ഞാട്ടെ, എന്താണ് ആൻറ്റിയുടെ പ്രയാസം നേരത്തെ ഉണ്ടായിരുന്നത്? എനിക്ക് കാല് വീണ് പൊട്ടിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, എങ്ങനെ വീണത്? അതെ, അങ്ങോട്ട് നടന്നു പോയപ്പോ മഴ പെയ്ത് കിടന്നായിരുന്നു. അപ്പൊ പുല്ലിന്റെ മേളില് ചളി ഉണ്ടെന്നുള്ള അറിയില്ലായിരുന്നു. അപ്പൊ അങ്ങനെ വഴിക്ക് ഞാൻ തോട്ടിലേക്ക് വീണു, കുറെ തോട്ടിലേക്ക് വീണു. അപ്പൊ അങ്ങനെ ഈ കാലിന്റെ സൈഡ് പൊട്ടിയിട്ടുണ്ടായിരുന്നു, വലത് കാലിന്റെ. പിന്നെ കുറെ ആയിട്ട് അത് പ്ലാസ്റ്റർ കെട്ടുകയൊക്കെ ചെയ്തിരുന്നു. അവിടെ കെട്ടിക്കാനൊക്കെ കൊണ്ടുപോയി പ്ലാസ്റ്റർ ഇട്ട്. എന്നിട്ട് അത് ഒരു 3 മാസത്തോളം എനിക്ക് അങ്ങനെ 3 വർഷത്തോളം നടക്കാൻ പറ്റില്ലായിരുന്നു. ഏത് ആശുപത്രിയിലാണ് കാണിച്ചത്? അവിടെ വയനാട്ടിൽ തന്നെ. ഓക്കേ, 3 മാസത്തോളം നടക്കാൻ പറ്റത്തില്ല. 3 വർഷത്തോളം നടക്കുമ്പോ നീരാവുമായിരുന്നു കാലില്. പിന്നെ അതൊക്കെ ഇപ്പൊ കുറഞ്ഞിട്ട് ഇപ്പൊ ഒരു വർഷം കൊണ്ട് എനിക്ക് 2 കാലിലും ഈ മാംസത്തിൽ ഇങ്ങനെ വട്ടത്തിൽ ചുമന്ന് വരും. മുട്ടിന് താഴെ ചുമന്ന് വന്നിട്ട് കഠിനമായിട്ട് വേദനയാണ്. നല്ല നടക്കാനും ഒന്നും പറ്റാത്ത വേദനയാണ്. എത്ര കാലം പ്ലാസ്റ്റർ ഇട്ടുന്നു? 3 വർഷം പ്ലാസ്റ്റർ ഇട്ടുണ്ടോ? ഇല്ല, ഒരു 2-3 മാസം വരെ അങ്ങനെ ചെയ്തിട്ട് പിന്നെ കെട്ടുകയാണ് ചെയ്തത്. എന്നിട്ട് വേദനയ്ക്ക് മാറ്റം 3 വർഷം ആ വേദന ഉണ്ടായിരുന്നു. അതിന്റെ കൂട്ടത്തില് കാലില് ചുവന്ന പാട് വന്നിട്ട് അത് ഭയങ്കര നീരും വേദനയാവും. എനിക്ക് നടക്കാൻ പറ്റാണ്ടാവും. ഈ കാലിന്റെ ഈ സൈഡിന് മസിൽസിനൊക്കെയാ വരിക. അപ്പൊ ഇതിന് താഴേക്കേ ഉണ്ടായിരുന്നുള്ളൂ. 2 കാലിനും വരും. അത് 2 കാലിനും വന്നിട്ട് നിലത്ത് തൊടാൻ പറ്റില്ല. ഭയങ്കര വേദനയും സഹിക്കാൻ പറ്റാത്ത വേദനയും ഒരു പനി പോലെയൊക്കെ വരും ഇത് വരുമ്പോ. ഞാൻ ഒരുപാട് ഡോക്ടറെ കൊണ്ട് കാണിച്ചതാണ്. അപ്പൊ അവര് ഇതൊന്നും പറയില്ല. എന്തെങ്കിലും ഒരു മരുന്ന് എഴുതി തരും. ബത്തേരിയിലൊക്കെ ഞാൻ കുറെ കാണിച്ചു. ഒരുപാട് ഇത് കാണിക്കുകയൊക്കെ ചെയ്തിട്ട് അവരതിന് ഒന്നും പറയോ, ഡോക്ടർമാര് ഇന്നതാണെന്നൊന്നും പറയില്ല. എന്നിട്ട് ഞാനിപ്പോ വീട്ടിൽ ഇത് പിന്നെ സഹിക്കാൻ തുടങ്ങി. ഇങ്ങനെ വേദന കുറച്ച് വേദന സഹിക്കും. പിന്നെ ആ കാലുകൊണ്ട് തന്നെ ഞാൻ പണിക്ക് പോവും. പക്ഷെ വൈകുന്നേരം ആകുമ്പോൾ വീണ്ടും വേദനയാവും. പിന്നെ ഇപ്പൊ ഒരു 2 ആഴ്ച മുന്നേ ഞാൻ അമ്മച്ചിന്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അമ്മച്ചി വൈകുന്നേരം ഈ 8 മണിന്റെ നമ്മുടെ ബ്രദറിന്റെ പ്രോഗ്രാം വെക്കലുണ്ട് നോർമലില്. ഞങ്ങൾ അതിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സോളി സിസ്റ്റർ ഇങ്ങനെ ഈ അസുഖത്തിന്റെ കാര്യം ഒരു രോഗിയെ കാണുന്നുണ്ട് എന്ന് പറഞ്ഞ് സിസ്റ്റർ പ്രാർത്ഥിച്ചു. അപ്പൊ ഞാൻ അമ്മച്ചിനോട് പറഞ്ഞു, എന്റെ കാര്യത്തെ പറ്റിയായിരിക്കും അമ്മച്ചി പറഞ്ഞത്. അന്ന് എനിക്ക് കാലൊന്നും നിലത്ത് തൊടാൻ വയ്യാത്ത വേദനയായിരുന്നു. ഒരു 2 കാലിലും ഒരു 3-4 കുരു പോലെ ഇങ്ങനെ ഉണ്ട്. അത് സിസ്റ്റർ പറഞ്ഞു ഇങ്ങനെ ചുമന്ന കളറിൽ വട്ടത്തിൽ വരും. എന്നിട്ട് അത് കുരു പോലെ ഒന്നും ആവൂല. അതിങ്ങനെ ഭയങ്കര കഠിനമായിട്ടുള്ളൊരു വേദനയായിട്ട് ഒരു രോഗിനെയാണ് കാണുന്നതെന്ന് സിസ്റ്റർ പറഞ്ഞു. ഓൺലൈൻ പ്രോഗ്രാം കണ്ടോണ്ടിരുന്നപ്പോ സോളി സിസ്റ്റർ അങ്ങോട്ട് ദൂത് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഇത് എന്നെ കുറിച്ചാണ് അമ്മച്ചി പറയുന്നത്. എന്റെ ഈ കാലിന്റെ വേദന ഇന്നത്തോടെ തീരും. 2 ആഴ്ചയായി. ഇപ്പൊ അത് കണ്ടിട്ട് ഇപ്പൊ 2 ആഴ്ച കൂടുതലായി. പക്ഷെ എനിക്ക് ഇപ്പൊ ഈ 2 ആഴ്ച ആവുന്നവരെ എനിക്ക് ആ ഒരു അസുഖം ഇതുവരെ എന്റെ കാലിൽ വന്നിട്ടില്ല. മറ്റേത് ഒരു 3 ദിവസം കൂടുമ്പോ എനിക്ക് ഒരു 3-4 വട്ടം ഇങ്ങനെ ഭാഗത്തായിട്ട് ഇങ്ങനെ വരുന്നതാണ്. ഇപ്പൊ ഈ 2 ആഴ്ച കൂടുതലായി. ഇതുവരെ എനിക്ക് കാലിനും വേദനയും വന്നിട്ടില്ല. ആ ചുമപ്പ് കളറും ഇപ്പൊ വരുന്നില്ല. കരങ്ങളടിച്ച് എല്ലാവരും കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. എത്ര നാളുകൊണ്ട് യേശുവിനെ വിശ്വസിക്കുന്നുണ്ട്? ഞാനിപ്പോ ഒരു കൂടിപ്പോയി 10 മാസമൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ യേശുവിനെ വിശ്വസിക്കാൻ തുടങ്ങിയിട്ട്. എനിക്ക് ഒരുപാട് തുണയാണ്. ജീവനുള്ള ഒരു ദൈവത്തെയാണ് ഞാൻ അറിഞ്ഞത്. അത് എപ്പോഴും എനിക്കൊരു ചെറിയൊരു കച്ചവടം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ
ഒരുപാട് വീഴ്ചകൾ വന്നു, ഞങ്ങൾക്ക് ഒരുപാട് ബാധ്യതകൾ. എന്ത് കച്ചവടമാണ് ചെയ്തത്? സ്റ്റേഷനറി കട പോലെ അങ്ങനെ കടയായിരുന്നു, 2 ഉണ്ടായിരുന്നു, ഒരു മീൻകടയും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം 2 ഞങ്ങൾക്ക് പൂട്ടേണ്ടി വന്നു, ഞങ്ങൾക്ക് ഒരുപാട് ബാധ്യതകൾ അതിൽ നിന്ന് വന്നു. അപ്പം ഞാൻ കട പൂട്ടി, സാധനങ്ങളൊക്കെ കുറച്ചൊക്കെ ഞാൻ കൊടുത്തു. എന്നിട്ടും എൻ്റെ കടം തീരാണ്ടായി. ഞാൻ വീട്ടിൽ എനിക്ക് പുറത്തിറങ്ങാൻ വയ്യാത്ത ഒരവസ്ഥയായി. ഞാൻ വീട്ടിന് പുറത്തൊന്നും ഇറങ്ങൂലായിരുന്നു, പേടിച്ചിട്ട്. ഭക്ഷണം കഴിക്കില്ല, ഞാൻ പെരേൻ്റെ ഉള്ളിലിരിക്കാൻ തുടങ്ങി. ഞാനാണെങ്കിൽ നല്ല രീതിയിൽ ദൈവഭക്തിയുള്ള ഒരാളാണ്. ഞാൻ ഒരുപാട് ഇങ്ങനെ പോവും ഒക്കെ ചെയ്യുന്ന ഒരാളായിരുന്നു. മരിക്കാൻ പോവാന്ന് പറഞ്ഞ് അന്ന്. അപ്പം എൻ്റെ ഹസ്ബൻഡ് ഇങ്ങനെ, നമ്മുടെ ഒരു ഫ്രണ്ട് ഉണ്ട് സുമേഷ് ബ്രദറിനോട് ഇങ്ങനെ ഞങ്ങളെ കാര്യത്തെ പറ്റി സംസാരിച്ചു. ഇപ്പം ഞങ്ങളോട് പറഞ്ഞു, ഇങ്ങനെ ഞാനും ഒരുപാട് കഷ്ടതയിൽ നിന്ന് വന്നതാണ്, നമുക്ക് ബ്രദർ സിസ്റ്ററേയും കൂട്ടിയിട്ട് ചർച്ചിൽ വരാൻ പറഞ്ഞു, ജീസസ് വേൾഡിലേക്ക് വരാൻ പറഞ്ഞു. അങ്ങനെ എന്നോട് ചോദിച്ചു. ഇപ്പം ഞാൻ പറഞ്ഞു, അത് നമുക്ക് എൻ്റെ ഹസ്ബൻഡിനോട് തന്നെ ഞാൻ പറഞ്ഞു, എനിക്ക് പക്ഷെ പണ്ട് ഇതൊരു അനുഭവം ഉണ്ട്, ഞാനിങ്ങനെ പോയിട്ടുണ്ടായിരുന്നു, യേശുവിന്റെ അനുഭവം എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതെനിക്ക് ഭയങ്കര ഒരു സാക്ഷ്യമാണ്. കാരണം ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട്സാണ് എന്നെ കൊണ്ടുപോയി, ഒരു കൂട്ടുകാരി എന്നെ അങ്ങനെ കൊണ്ടുപോയി കൊല്ലത്ത്. കർത്താവിനെ അറിയാൻ പോയിരുന്നു ഞാൻ. അപ്പൊ കുറച്ച് പ്രശ്നമായിട്ട് എനിക്ക് പോവാൻ കഴിഞ്ഞില്ല. പക്ഷെ അതിലെനിക്ക് ഒരുപാട് സങ്കടം വന്ന് ഞാനൊരു ദിവസം ഇങ്ങനെ ബൈബിൾ എനിക്ക് ഒളിച്ചു വെച്ച് ബൈബിൾ വായിക്കുമായിരുന്നു, വീട്ടിലാരും കാണാണ്ട്. അപ്പൊ ഞാൻ അന്ന് കുറെ കൊല്ലം മുമ്പ്, 10 കൊല്ലമൊക്കെ മുമ്പാണ്. അപ്പൊ ഞാൻ ഒളിച്ചിങ്ങനെ വെച്ചിട്ട് ആരും അറിയാണ്ട് ബൈബിള് വായിച്ചിരുന്ന സമയത്ത് ഞാൻ കരയുമായിരുന്നു. അന്നും എനിക്ക് ഭയങ്കര സങ്കടമുള്ള ഒരു അവസ്ഥയായിരുന്നു ഞങ്ങളുടെ ജീവിതത്തില്. അപ്പൊ ഞാൻ പ്രാർത്ഥിച്ചിങ്ങനെ ഇരിക്കുമ്പോൾ, ഞാൻ ബൈബിൾ ഇങ്ങനെ തുറന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ കൈ ഇങ്ങനെ മേലേക്ക് പൊന്തിച്ച് പിടിച്ച് കൈ ഇങ്ങനെ വെക്കുകയായിരുന്നു. അപ്പൊ എനിക്ക് നീണ്ട വിരലുകളുള്ള 2 കൈ എന്റെ കയ്യിൽ തൊട്ടു. അങ്ങനെ ഒരു അനുഭവം എനിക്ക് അങ്ങനെ. എന്നിട്ട് എന്റെ കയ്യിൽ തൊട്ട് ഭയങ്കര ആ റൂമിൽ പ്രകാശം പോലെയൊക്കെ വന്ന് വർഷങ്ങൾക്ക് മുമ്പ് പിന്നെ ഞാൻ അവിടുന്ന് വന്നതിന് പിന്നെ അത് പോകാൻ കഴിയാണ്ടായി. ദൈവത്തെ ഞാൻ അതിൽ നിന്ന് മാറി. ഇവിടെ വന്നപ്പോ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, നമ്മൾ പോകാം, പക്ഷെ പിന്നെ മാറുന്ന ഒരു അവസ്ഥ വരരുത്. പക്ഷെ എൻ്റെ മനസ്സിൽ എനിക്കത് ഇതിലേക്ക് വരണം എന്ന് തന്നെയായിരുന്നു എൻ്റെ മനസ്സിൽ. അപ്പം ഞാൻ ഏട്ടനോട് പറഞ്ഞു, ഇങ്ങനെ നമുക്ക് അവിടെ അമ്മയുണ്ട്, അച്ഛനുണ്ട്, പിന്നെ നാളെ അതിൽ നിന്ന് മാറാനുള്ളൊരവസ്ഥ വരെ. എന്നാൽ എന്നോട് പറഞ്ഞു, ഇല്ല, എനിക്കിനി ഇത് തന്നെയാണ്. എന്നെക്കാളും മുന്നേ നമ്മളെ പ്രോഗ്രാമൊക്കെ കാണലുണ്ടായിരുന്നു മൊബൈലിൽ. അപ്പോൾ എന്നോട് പറഞ്ഞു, ഇല്ല, നമുക്കിനി ഇതിൽ നിന്ന് മാറണ്ടെന്ന് പറഞ്ഞിട്ട് എന്നെ കൂട്ടിപ്പോയി. പക്ഷെ അവിടുന്ന് ഇങ്ങോട്ട് എനിക്ക് എൻ്റെ കൂടെ എൻ്റെ ദൈവമുണ്ട്. ഞാൻ അടച്ച് റൂമിലിരുന്ന ഞാൻ ഇന്ന് എനിക്ക് എത്ര കടക്കാർ വന്നാലും എനിക്ക് അവരോട് നിന്ന് പറയാനൊരു മനസ്സുണ്ടാവുന്നുണ്ട്. പിന്നെ ഞാൻ ജോലി ചെയ്യുന്നിടത്തായാലും എനിക്ക് ജോലി ചെയ്യുന്നിടത്ത് എൻ്റെ കൂടെ സാന്നിധ്യം ഉണ്ട്. ഞാൻ പ്രാർത്ഥിച്ചു പോകുമ്പോഴായാലും പിന്നെ റൂമിൽ പ്രാർത്ഥിക്കുമ്പോഴായാലും എനിക്ക് എന്ത് സങ്കടം വന്നാലും ഞാൻ അപ്പനെ വിളിച്ച് പ്രാർത്ഥിച്ചാലും എനിക്കതിന് മറുപടി തരുന്ന ഒരു ദൈവമാണ്. എല്ലാവരും വിശ്വസിക്കുക, നമ്മള് വേറൊന്നിലും നമ്മൾ ചെവി കൊടുക്കാതെ നമ്മളെ അറിയുന്ന നമ്മുടെ ദൈവത്തെ വിശ്വസിക്കുക. എന്നും നമ്മുടെ കൂടെ ഉണ്ടാവും നമ്മുടെ ദൈവം. ഞങ്ങൾ രണ്ടാളും ചർച്ചിൽ കുടുംബമായിട്ട് ഇന്ന് മോളും വന്നിട്ടുണ്ട്. ഞങ്ങള് രണ്ടാളും പോകുന്നുണ്ട്, ഒരു ദിവസം പോലും മുടങ്ങാതെ പോകുന്നുണ്ട്. ദൂത് പറഞ്ഞ സമയത്ത് ആരുടെ ശരീരത്തിൽ എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു? എന്റെ കാലില് തരിപ്പൊക്കെ വന്നു. അങ്ങനെ ഒത്തിരി അനുഭവങ്ങളുണ്ട്, ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഇന്ന് ഈ നിമിഷം വരെ 3 മണിക്കൊക്കെ ഞാൻ പ്രാർത്ഥിക്കും, എന്നെ വിളിച്ചുണർത്തു. 3 മണിക്ക് പ്രാർത്ഥിക്കും ഞാൻ. 3 മണിക്ക് പ്രാർത്ഥിക്കും. എനിക്ക് കിട്ടുന്ന സമയമൊക്കെ ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. ഇപ്പൊ പണിക്ക് പോകുന്ന സ്ഥലത്തായാലും ഞാൻ ബ്രദറിന്റെ പ്രോഗ്രാം വെച്ചിട്ട് കേൾക്കും. അവരാരും ഒന്നും പറയില്ല, ഞാനത് കേട്ടിട്ടാണ് ഇരിക്കുക. എല്ലാവർക്കും വിശ്വാസം, ജീവനുള്ള ദൈവമാണ്. മെസ്സേജ് എല്ലാവരും വിശ്വസിക്കുക. നമ്മളെ കൈവിടാത്ത ഒരു ദൈവം യേശു തന്നെ. എല്ലാവരും വിശ്വസിക്കുക. കരങ്ങളെ തട്ടി കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ.
പറഞ്ഞാട്ടെ. വലിയൊരു അത്ഭുതമാണ് ആൻറ്റിയുടെ ജീവിതത്തിൽ ചെയ്തത്. ആൻറ്റി പറഞ്ഞത് 10 കൊല്ലങ്ങൾക്ക് മുമ്പ് യേശുവിനെ നേരിൽ കാണുന്ന വിധത്തിൽ, കർത്താവിൻ്റെ കരം തൊടുന്ന വിധത്തിൽ ആൻറ്റിക്ക് ഒരു അനുഭവം ഉണ്ടായി. ആ അനുഭവത്തെ തുടർന്ന്, എന്നാൽ ആൻറ്റിക്ക് യേശുവിലേക്ക് പിന്നീട് വരാൻ സാധിച്ചില്ല. എന്നാൽ നമ്മുടെ വയനാട് ചർച്ചിലെ ലീഡേഴ്സ് ആൻറ്റിയോട് യേശുവിനെ പറഞ്ഞു, ജീസസ് വേൾഡിൽ കൊണ്ടുവന്നു. ഏകദേശം 10 മാസത്തോളമായിട്ട് വലിയ അത്ഭുതങ്ങളാണ് ആൻറ്റി അനുഭവിച്ചത്. സോളി സിസ്റ്റർ ദൂത് പറയുമ്പോൾ ആൻറ്റിക്ക് നാളുകളായി പ്രയാസമുണ്ടായിരുന്ന അസ്ഥി പൊട്ടലിനെ തുടർന്നുള്ള ഭാരങ്ങൾ പൂർണ്ണമായി ദൈവം സൗഖ്യമാക്കി. 2 കാലിലും ചുവന്ന് തടിക്കുന്ന ആ പ്രയാസങ്ങൾ പൂർണ്ണമായി മാറി. ഇപ്പോൾ ആൻറ്റി പറയുന്നത് ആൻറ്റിക്ക് ബലത്തോടെ നടന്നാലും ആ പ്രയാസങ്ങളില്ല. കാലുകൾക്ക് പൂർണ്ണ ആരോഗ്യമുണ്ട്, അസ്ഥികൾക്ക് പൂർണ്ണ ആരോഗ്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ദൈവം ആർക്കും കടക്കാരനല്ല. ചേർന്ന കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ആ യേശുവിനൊന്ന് നന്ദി പറഞ്ഞാട്ടെ.